അനാഥത്വത്തിന്റെ വിഷമതകൾ നിറഞ്ഞ ബാല്യത്തിലൂടെ സമൂഹത്തിന്റെ കാരുണ്യത്തിൽ അഭയം പ്രാപിച്ച് കൈപ്പേറിയ ജീവിതാനുഭവങ്ങളിലൂടെ വളർന്നുവന്ന് അനാഥരുടെയും അഗതികളുടെയും വേദനകളും വിഷമതകളും സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾ മേലെ കൊടക്കാട്. ശത്രുക്കളും അവിശ്വാസികളും സൃഷ്ടിച്ചെടുക്കുന്ന കുപ്രചരണങ്ങളുടെ പ്രതിസന്ധികൾ തകർത്തെറിഞ്ഞ് ലോകമെങ്ങുമുള്ള വിശ്വാസി മാനസങ്ങളിൽ ആത്മീയ മൂല്യങ്ങളിലൂടെ സ്വലാത്തുൽ ഫാത്തിഹിന്റെ പവിത്രത കൊണ്ട് എണ്ണിയാലൊടുങ്ങാത്ത നിരവധി അത്ഭുത കറാമത്തുകളും ഉദ്ദേശ സഫലീകരണവും തീർക്കുന്ന നൂറെ ഹബീബെ ആത്മീയ മജ്ലിസ്. ആത്മസമർപ്പണത്തിന്റെയും ആത്മീയ സായുജ്യത്തിന്റെയും സത്യസാക്ഷ്യമായി ദിവ്യാനുരാഗത്തിന്റെ പരമാനന്ദം തീർത്ത് ഇലാഹി ഇഷ്കിന്റെ മധുരം പകരുന്ന ദിക്റുകളിലൂടെയും പ്രവാചക സ്നേഹത്തിന്റെ അതിരുകളില്ലാതെ പെയ്തിറങ്ങുന്ന സ്വലാത്തുകളിലൂടെയും പതിനായിരങ്ങൾക്ക് ഉദ്ദേശ സാഫല്യത്തിന്റെ കലവറ തീർക്കുന്ന നൂറെ ഹബീബെ. ജാതിമതഭേദമന്യേ മനുഷ്യഹൃദയങ്ങളിലേക്ക് ശാന്തിയുടെയും സമാധാനത്തിന്റെയും അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞു നൽകി വിശ്വാസിയുടെ മാനസകങ്ങളിൽ പരിവർത്തനത്തിന്റെ അത്ഭുതങ്ങളൊരുക്കി മുന്നേറുകയാണ് നൂറെ ഹബീബെ ആത്മീയ മജ്ലിസ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു നന്മയിലേക്കാണ് ഇപ്പോ നൂറെ ഹബീബ് മുത്തുമണികൾ കാലെടുത്ത് വെക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇപ്പൊ ഇവരോടൊക്കെ ഞാൻ അഭിപ്രായങ്ങൾ ചോദിച്ചു. ഈ മക്കളെ ഇഫ്ളിന്റെ കാര്യം ആയതുകൊണ്ട് അല്ലേ, മക്കളൊക്കെ വളരെ ആക്റ്റീവാണ്. കാരണം കുറച്ച് കുട്ടികളെ അപ്പൊ നമ്മള് നൂറെ ഹബീബിനെ മുത്തുമണികളെ പഠിപ്പിക്കാൻ ഇഫ്ള് കോളേജ് ഇൻഷാ അല്ലാഹ് അതിലെ സംരംഭത്തിലാണ്. പ്രയാസമനുഭവിക്കുന്നവർക്ക് കാരുണ്യത്തിന്റെ കൈത്താങ്ങൊരുക്കിയും അനാഥരായ നിർധരരായ 18ഓളം കുടുംബങ്ങൾക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയും ജാതിമതഭേദമന്യേ ജീവിതത്തിലെ ഏറ്റവും അർത്ഥപൂർണമാകുന്ന വൈവാഹിക കുടുംബമെന്ന പരിശുദ്ധമായ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാമ്പത്തിക പ്രയാസങ്ങൾ പരിമിതി തീർത്ത 70 നിർധന കുടുംബങ്ങളിലെ യുവതികൾക്ക് മംഗല്യ സ്വപ്നം സാക്ഷാത്കാരമാക്കിയും എണ്ണിയാലൊടുങ്ങാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ പാവങ്ങളുടെ അത്താണിയായി മാറിയ നൂറെ ഹബീബെ സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങളും കൂടപ്പിറപ്പുകളും. ശത്രുക്കൾ കഴുകക്കണ്ണുകളുമായി വട്ടമിട്ടു പറക്കുമ്പോഴും നൂറെ ഹബീബെ മജ്ലിസിന്റെ വളർച്ച ഓരോ ദിനം പ്രതി വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് നൂറെ ഹബീബെ സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഒരു നിഅമത്ത്. ഇതാണ് നൂറെ ഹബീബെ ആത്മീയ മജ്ലിസിന്റെ മുന്നോട്ടുള്ള കുതിപ്പ്. സയ്യിദ് ഹാമിദ് ആറ്റക്കോയത്തങ്ങൾക്ക് ചുറ്റും കഴുകക്കണ്ണുകളുമായി വട്ടമിട്ട് പറക്കുന്ന ശത്രുക്കൾ ഈ ഉസ്താദ് പറയുന്നത് തീർച്ചയായും നിങ്ങൾ കേട്ടിരിക്കേണ്ടതാണ്. ഷഅബാനിൽ നമ്മൾ ഇവിടെ ഒരു മജ്ലിസ് സംഘടിപ്പിച്ചിരുന്നു. ഷഅബാൻ മാസത്തിൽ ഇതേ സ്ഥലത്ത് വലിയ ഒരു മജ്ലിസ്, 10,000-കണക്കിന് മുഅ്മിനീങ്ങൾ ആ സദസ്സിൽ വന്ന ആളുകൾ ഒരാളെയും നിർബന്ധിക്കാതെ തന്നെ എല്ലാവരും അകമഴിഞ്ഞ് പള്ളിപ്പണിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് നല്ല സംഭാവനകൾ നൽകി. അതിൽ ഒരു കാര്യം ഞാൻ എടുത്തു പറയുകയാണ്. കരിങ്കല്ലത്താണിയിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പരിധിയിൽ എന്തൊക്കെ പരിപാടികൾ സംഘടിപ്പിച്ചാലും ഈ പ്രദേശം മുഴുവനും അതൊരു ആവേശമായി ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ ഈ ഷഅബാൻ മാസത്തിൽ നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയിലേക്ക് ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ വിളിച്ചിരുന്നത് നമ്മുടെ ഈ സമീപ പ്രദേശമാകുന്ന കൊടക്കാടുള്ള മഹാനാകുന്ന സയ്യിദ് ഹാമിദ് കോയത്തങ്ങളെയായിരുന്നു. അദ്ദേഹം വളരെ താല്പര്യമെടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ ലൈവിലും മറ്റുമൊക്കെയായി അദ്ദേഹം അങ്ങനെ ധാരാളം ആളുകളിലേക്ക് ഈ സന്ദേശം നൽകിയപ്പോൾ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുമായി ആളുകൾ നമ്മുടെ ഈ സ്ഥാപന മുറ്റത്തേക്ക് വരികയും ഒരു വലിയ മഹാസദസ്സായി ആ സ്വലാത്തിന്റെ മജ്ലിസ് മാറുകയും ചെയ്തു. അന്ന് ഇതിലേക്ക് വന്ന ആളുകൾ തന്ന സംഭാവനയാണ് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ഖാലിദ് മാസ്റ്റർ സൂചിപ്പിച്ചത്.